മലയാളം ബിഗ് ബ്രേക്കിംഗ്. നടി ആക്രമിച്ച കേസിൽ കൂറുമാറാത്ത മുകേഷ് MLA. കേസിലെ 46-ാം സാക്ഷിയാണ് മുകേഷ്. പൾസർ സുനി മുൻ ഡ്രൈവറായതിനാലാണ് മുകേഷിനെ സാക്ഷിയാക്കിയത്. പൾസർ സുനി പ്രശ്നക്കാരനെന്ന് കണ്ടെത്തി ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് മുകേഷ് മൊഴി നൽകിയത്. കേസിൽ താരങ്ങൾ ഉൾപ്പെടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. വിശദാംശങ്ങൾ ഷപ്ന പങ്കുവയ്ക്കും. ഷപ്ന, കൂറുമാറാതെ നിന്നത് മുകേഷ് മാത്രമെന്നുള്ള വലിയ വിവരം വരികയാണ് ന്യൂസ് മലയാളത്തിലൂടെ. എങ്ങനെയാണ് ഷപ്ന മുകേഷിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാനാവുന്നത്? എങ്ങനെ ഈ കേസിനെ എത്രത്തോളം ഇത് ബലപ്പെടുത്തും? സംഗീത, ഈ കേസിൽ 216 സാക്ഷികളാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 28 സാക്ഷികൾ കൂറുമാറി എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതായിരുന്നു. അതിൽ ചില പ്രമുഖരായ താരങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സായികുമാർ, സിദ്ദീഖ്, ഭാമ, അതോടൊപ്പം തന്നെ ബിന്ദു പണിക്കർ, ഇടവേള ബാബു, ഇത്തരത്തിലുള്ള താരങ്ങളെല്ലാം തന്നെ പോലീസിന് നൽകിയ മൊഴിയായിരുന്നില്ല കോടതിയിൽ പറഞ്ഞത്. കോടതിയിൽ മൊഴി മാറ്റി നൽകിയിരുന്നു. എന്നാൽ മുകേഷ് MLA ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ മൊഴി തന്നെ, അല്ലെങ്കിൽ നിലവിൽ 46-ാമത്തെ സാക്ഷിയായി മുകേഷ് MLA തുടരുകയാണ് ഈ കേസിൽ. ഈ കേസിന്റെ വിധി 8-ാം തീയതി വരികയാണ്. അതായത് തിങ്കളാഴ്ച ഇതിൽ വിധി കാത്ത് കേരളം ഇരിക്കുമ്പോൾ ഈ മുകേഷ് MLA ഇതിൽ കൂറുമാറിയിട്ടില്ല എന്ന സുപ്രധാനമായ വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. മറ്റ് 5 താരങ്ങൾ ഇത്തരത്തിൽ മൊഴി മാറ്റിയിട്ടുണ്ട്. പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയ, അതായത് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഈ നടി പരാതി പറഞ്ഞിരുന്നു, ഇവരോടൊക്കെ പരാതി പറഞ്ഞിരുന്നു എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകുകയും പിന്നീട് അത് കോടതിയിൽ മാറ്റി പറയുകയുമാണ് ഉണ്ടായത്. ഈ മുകേഷ് MLA ഈ കേസിലെ സാക്ഷിയാക്കുന്നത് പൾസർ സുനിയുമായി ഉള്ള ബന്ധത്തെ തുടർന്നായിരുന്നു. പൾസർ സുനി മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു, മുൻ ഡ്രൈവറായിരുന്നു. അതിനുശേഷം ഈ ഡ്രൈവറായിരുന്ന പൾസർ സുനിയെ പിന്നീട് ഈ പൾസർ സുനിയുടെ സ്വഭാവത്തിൽ ചില മോശം പെരുമാറ്റം കണ്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു എന്ന് മുകേഷ് കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 46-ാമത്തെ സാക്ഷിയായി തന്നെ മുകേഷ് തുടരുമ്പോൾ മറ്റ് നടന്മാർ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 താരങ്ങൾ മൊഴി മാറ്റിയിട്ടുണ്ട്. ഈ 5 താരങ്ങൾ മാത്രമല്ല, മറ്റ് 28 പേരാണ് സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത് ഈ കേസിൽ. അതിൽ ദിലീപിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. ദിലീപിൻ്റെ നിലവിലെ ഭാര്യ, അവരുടെ മാതാപിതാക്കൾ, ദിലീപിൻ്റെ സഹോദരങ്ങൾ, അതോടൊപ്പം തന്നെ ദിലീപിനെ ചികിത്സിച്ചു എന്നവകാശപ്പെട്ട് പോലീസ് കേസ് ചാർജ് ചെയ്ത 2 ഡോക്ടർമാർ, ഡോക്ടറും ഡോക്ടർ അനിയൻ, അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. 28 സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇവർ പോലീസിനൊരു മൊഴി നൽകിയിരുന്നു. പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഇവർ മൊഴി മാറ്റി. എന്നാൽ ഈ പ്രതിഭാഗം, അതായത് ദിലീപിൻ്റെ പ്രതിഭാഗം പറയുന്നത് പോലീസ് അത്തരത്തിൽ മാറ്റി എഴുതുകയായിരുന്നു. അതായത് ഇവർ പറയാത്ത കാര്യങ്ങൾ പോലീസ് മൊഴിയായി എഴുതി ചേർക്കുകയായിരുന്നു. കോടതിയിൽ ഇവർ സത്യം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിൽ യഥാർത്ഥത്തിൽ പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ആരോപണം. ഏതായാലും മുകേഷ് MLA നിലവിൽ 46-ാം സാക്ഷിയായി തന്നെ തുടരുന്നു. പൾസർ സുനിയുമായുള്ള ബന്ധത്തിനെ തുടർന്നാണ് അല്ലെങ്കിൽ മുൻ ഡ്രൈവറായിരുന്നു എന്ന കാര്യത്തെ തുടർന്നാണ് മുകേഷിനെ സാക്ഷിയാക്കിയത്. ഇപ്പോൾ 46-ാമത്തെ സാക്ഷിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നടന്മാർ, അതായത് സായികുമാർ, അതോടൊപ്പം തന്നെ സിദ്ദീഖ്, ഈ ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു, ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും മൊഴി മാറ്റിയിട്ടുണ്ട്. ഇടവേള ബാബു ഈ അമ്മയിൽ ഈ നടി പരാതി നൽകിയിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. മുൻപ് അത്തരത്തിൽ പരാതി രേഖാമൂലം നൽകിയിട്ടില്ല എന്നായിരുന്നു കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊഴിമാറ്റം നടത്തിയിരിക്കുന്നു. ഏതായാലും ഈ കേസ് നമ്മൾക്കറിയാം 8-ാം തീയതി കേരളം കാത്തിരിക്കുന്ന വിധി തന്നെയാണ്. ഈ കേസിലെ 8-ാം പ്രതി ചലച്ചിത്ര താരം ദിലീപ് വന്നതോട് കൂടിയിട്ടാണ് വലിയ തോതിൽ ഈ ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു ക്രിമിനൽ കേസായി പോകേണ്ട ഒരു കേസ് ഈ രീതിയിലേക്ക് വരുന്നത് തന്നെ ഈ ചലച്ചിത്ര താരം ഇടപെട്ടു, അല്ലെങ്കിൽ അതിൽ പ്രതിയായി എന്നതിനെ തുടർന്നായിരുന്നു. അതിനുശേഷമാണ് ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഈ കേസിൽ സാക്ഷികളായി എത്തുന്നത്. പക്ഷേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് എത്തിയ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച താരങ്ങൾ എല്ലാവരും തന്നെ കൂറുമാറുകയാണ് ഉണ്ടായത്. 28 പേരാണ് ഈ കേസിൽ കൂറുമാറിയിട്ടുള്ളത്.